നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൂമെന്റ്സ്, വളരെ കാൻഡഡ് ആയിട്ടുള്ള മൂമെന്റ്സ് ഒരു ലൈഫ് ലോങ് മെമ്മറി ആവണമെന്നുണ്ടെങ്കിൽ അതിനാകെ ഒരു സൊല്യൂഷനുള്ളൂ. അതൊരു ഫോട്ടോഗ്രാഫായി ക്യാപ്ചർ ചെയ്യാം. അത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ എൻ്റെ അടുത്തതായിരിക്കുന്നു പെപ്പലൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ മാനേജിംഗ് പാർട്ട്ണർ മിസ്റ്റർ ബബ്ലേഷ്. ഹായ് ബബ്ലേഷ്. എനിക്ക് ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് തോന്നിയത്, ഏറ്റവും ക്യാച്ചി ആയിട്ട് തോന്നിയിട്ടുള്ളത് പെപ്പലൈറ്റ് സ്റ്റുഡിയോ പെപ്പലൈറ്റിൻ്റെ ക്യാപ്ഷനാണ്. അതിൻ്റെ മോട്ടോ ആണ് എൻലൈറ്റൻ യുവർ ടൈം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺസെപ്റ്റിന് വളരെ ഒരു ആപ്റ്റായിട്ടുള്ളൊരു മോട്ടോ ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എന്നേക്കുമായിട്ട് നമ്മുടെ ആ പ്രഷ്യസ് മൂമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ആകെയുള്ളൊരു വഴി ഒരു ഫോട്ടോഗ്രാഫാണ്. പക്ഷേ ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി എടുക്കുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കും അല്ലേ ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവരുടെ കയ്യിലും ക്യാമറാസ് ഉണ്ട്, വളരെ ഹൈ എൻഡ് ക്യാമറാസ് ഉണ്ട്. വേറൊന്നും വേണ്ട, നമ്മുടെ മൊബൈൽ ഫോൺസിൽ തന്നെ വളരെ ഹൈ ക്വാളിറ്റി ക്യാമറാസ് ഉണ്ട്. എല്ലാവരും ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീറ്റീവ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ബബ്ലേഷ് പെപ്പലൈറ്റ് പിടിച്ചു നിൽക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ദിനംപ്രതി മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് തുടക്കത്തിൽ തന്നെ അത് നല്ല ഫ്രെയിം വെക്കുക എന്നുള്ളത്, ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഫ്രെയിം വെക്കുക. അങ്ങനെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും. പക്ഷേ കസ്റ്റമർ അധികം കാണുന്നത് നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആൽബംസാണ്. ഈ ഒരു ആൽബംസ് നമ്മൾ എങ്ങനെ ഡിഫറെൻ്റ് ആക്കുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഒരുപാട് ഫോട്ടോസ് കുത്തി നിറച്ച് നമ്മളത് ആൽബം നമുക്ക് ഒരു ഫോട്ടോയിലേക്ക് നമ്മൾ കണ്ണെത്താത്ത രീതിയിലേക്ക് ആക്കുന്നില്ല. കാരണം നമ്മൾ 5 ഫോട്ടോസ് വെക്കുകയാണെങ്കിൽ അത് 5 ഫോട്ടോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വ്യൂ ചെയ്യാവുന്ന രീതിക്കാണ് നമ്മൾ അത് ലേ ഔട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്കൊരു വിജയമായിട്ട് വരുന്നത്. കാരണം അപ്പോൾ നമുക്ക് എല്ലാ ഫോട്ടോസും ഇപ്പോൾ 1 by 1 ആയിട്ട് തന്നെ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകൾ നമ്മൾ അതിൻ്റെ ഒരു ലെവലിലേക്ക് വലുപ്പം കൂട്ടിയിട്ടും ഒക്കെ വെക്കുമ്പോൾ അത് കാണുന്ന ആളുകൾക്കൊരു ബ്യൂട്ടി ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് നമ്മളൊരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ USP അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൽബം കണ്ടാൽ തന്നെ അതിൽ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ട് അല്ലേ? പെപ്പലൈറ്റിൻ്റെ ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ ആൽബത്തിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്കും ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ളതാണ് ബബ്ലേഷായിട്ടും പെപ്പലൈറ്റായിട്ടും. എൻ്റെ ഏറ്റവും മനോഹരമായ ആംഗിൾസും ഏറ്റവും മനോഹരമായ ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവർ തന്നെയാണ്. ഐ ആം ഓൾസോ ആൻ ആങ്കർ ഫോർ കോർപ്പറേറ്റ് ഇവൻറ്റ്സ്. അപ്പോൾ എൻ്റെ ഈവൻറ്റ്സിനൊക്കെ ഒരുപാട് ഫോട്ടോഗ്രാഫി പെപ്പലൈറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിക്ക് ഉണ്ട്, നിങ്ങളുടെ ആൽബംസിനുണ്ട്. ആൽബംസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഉണ്ട്, വേറെ പല ഇവൻറ്റ്സിൻ്റെ ഫോട്ടോഗ്രാഫി ഉണ്ട്. ഈ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അഫെയർ ആണ് അല്ലേ? അത് വെറും ഒരു ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ടീം വരിക, ഫോട്ടോസ് എടുക്കുക, പോവുക എന്നുള്ളതല്ല. ഒരു ആ ഫാമിലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മളെ ഒരു വിജയം, ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ഫാമിലി ചെല്ലുമ്പോൾ ഫസ്റ്റ് വിജയം എന്ന് പറയുന്നത് ആ ഫോട്ടോഗ്രാഫറും ഫാമിലിയും തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റാണ്. നമ്മൾ അവരൊരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് കാണുന്നത്. കാരണം നമ്മൾ ഒരു വീട്ടിൽ പോയി നമ്മളവിടെ പോയിട്ട് കുറച്ച് റഫായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഒന്ന് ചിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അന്ന് ചിരിക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ അടുത്ത് നമ്മൾ അവരുടെ കൂട്ടത്തിലുള്ളൊരു ബ്രദറായിട്ടോ അല്ലെങ്കിൽ ഒരു പാരൻ്റായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ അത് നമ്മൾ സ്നേഹത്തോടു കൂടി ചിരിക്കാൻ പറയുമ്പോഴും അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് നിൽക്കിയെന്ന് പറയുമ്പോഴൊക്കെ അതൊരു ബോണ്ടിങ് ആണ് അവിടെ. അതാണ് നമ്മളൊരു ഫസ്റ്റ് വിജയം. എനിക്ക് ബബ്ലേഷ് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇമോഷൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സ് ആയിട്ടല്ല അവരെ കാണുന്നത്, ഒരു റിലേഷൻഷിപ്പാണ് അവരായിട്ട് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ 16 വർഷമായിട്ട് സ്റ്റുഡിയോ പെപ്പലൈറ്റ് ഇസ് ദെയർ ഇൻ ദ ഇൻഡസ്ട്രി. എനിക്ക് തോന്നുന്നു നിങ്ങൾ പയനിയേഴ്സ് ആയിരിക്കും അല്ലേ ഈ ഒരു മോഡേൺ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ടീം തന്നെ പെപ്പലൈറ്റിന് പറയാൻ പറ്റും. കഴിഞ്ഞ 16 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ നിങ്ങൾ കസ്റ്റമേഴ്സ് ഇത്രയും വലുതാന്ന് പറയണേക്കാട്ടിലും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്ക് അത്രയും അധികം ബന്ധങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് വളരെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ്. എനിക്ക് തോന്നുന്നു ബാക്കി ആരോട് ചോദിക്കുകയാണെങ്കിലും ഫോട്ടോഗ്രാഫീൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സും ആംഗിൾസും ലൈറ്റിങ്ങും ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് വിസ്ഡമാണ് ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യുന്നത്. റിലേഷൻഷിപ്സ് ആർ മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്.
അപ്പം വെഡ്ഡിങ് ഈവൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കോർപ്പറേറ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത്? വെഡ്ഡിങ്ങിലും കോർപ്പറേറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം കോർപ്പറേറ്റ് ഇവൻറ്റ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് അവർ എന്താ പറയുക, ബ്രാൻഡിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാ ഫോട്ടോസിലും വരണം. നമ്മൾ ഇന്നത്തെ ലെൻസുകളൊക്കെ ഉപയോഗിച്ചെടുക്കുമ്പോൾ പൊതുവേ നമുക്കറിയാലോ കാൻഡിഡും ടൈപ്പിലാണ് അധികം ഫോട്ടോസ് വരുന്നത്. കാൻഡിഡിൽ വരുമ്പോൾ നമ്മളാണ് ഇമ്പോർട്ടൻറ്റ്, ബാക്ക്ഗ്രൗണ്ടൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരില്ല. പക്ഷെ കോർപ്പറേറ്റ് ഇവൻറ്റ്സുകൾ വരുമ്പോൾ അവിടെ ബ്രാൻഡിങ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ മാറി ചിന്തിച്ചിട്ട് പടങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫീസിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അല്ലേ, മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ഫാമിലി ബന്ധങ്ങൾ അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. മാറിപ്പോയാൽ ഭയങ്കര പ്രശ്നമാവും. പക്ഷേ കോർപ്പറേറ്റ് ഈവൻറ്റ്സ് വരുമ്പോൾ അവരുടെ ബ്രാൻഡ് ഐഡന്റിറ്റി നമ്മൾ എപ്പോഴും ഒരു ഫോക്കസ് ചെയ്യും, വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു ആംബിയൻസ് കൂടുതലായിട്ട് വരണം. അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ കണ്ടതിൽ വളരെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്ട് ബബ്ലേഷനുണ്ടെന്ന് അറിയാം. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, കോർപ്പറേറ്റ് ഇവൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇതിനെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ബബ്ലേഷ് ഒന്ന് കാൽ വെച്ചിട്ടുണ്ടെന്ന് അറിയാം. 2 നാഷണൽ അവാർഡ്സ് കിട്ടിയ, ഓസ്കർ അവാർഡിന് നോമിനേഷന് പോയ സിഞ്ചാർ എന്ന മൂവിയിൽ നിങ്ങൾക്കും ഒരു റോൾ ഉണ്ടായിരുന്നു എന്നറിയാം. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, ആക്ച്വലി സിഞ്ചാർ എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള പാമ്പള്ളി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നിർബന്ധിച്ചു എന്ന് വേണം പറയാം. അങ്ങനെ ഞാനത് ചെയ്തപ്പോൾ അതിലൊരു ചെറിയ വെല്ലുവിളികളുണ്ടായിരുന്നു. കാരണം നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ പടങ്ങൾ നമുക്ക് വേണം. പക്ഷേ ഇതിൽ നമുക്കറിയാം ഒരു ജസരി ലാംഗ്വേജിൽ ലക്ഷദ്വീപിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ പടങ്ങൾക്കൊക്കെ ഒരു ലഭ്യത കുറവുണ്ടായിരുന്നു. അങ്ങനെ വളരെ ചുരുങ്ങിയ ഫോട്ടോസുകൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ വളരെ നന്നായിട്ട് അതൊരു ഡിസൈൻ ചെയ്യാൻ സാധിച്ചു. പക്ഷേ അതിൽ ഒരുപാട് സ്ഥലത്ത് അതിനുള്ള വലിയൊരു അംഗീകാരങ്ങൾ കിട്ടി. കാരണം ഈ ഒരു പടത്തിൻ്റെ ത്രെഡിനനുസരിച്ചിട്ടുള്ളൊരു ഡിസൈനിങ് മൂഡ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് ഒരുപാട് വേദികളിൽ നിന്ന് വളരെ പ്രമുഖരായ പലരും അത് എടുത്തു പറയണ്ടായി. കാരണം നമുക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അത്തരത്തിലുള്ള. കാരണം ഒരുപാട് അവാർഡ്സ് കിട്ടുന്നതിനെക്കാട്ടും നമ്മൾ ചെയ്തൊരു വർക്കിന് ഒരാൾ അത് ഇന്നൊരു കാരണം കഥക്കനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതാണ് ആക്ച്വലി വലിയൊരു അംഗീകാരം. അതെ അതെ, ഒരു കഥേൻ്റെ ഇമോഷൻസിനും കോൺസെപ്റ്റിനും അനുസരിച്ച് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അല്ലേ. അതിലൊരുപാട് തോട്ട്, ഒരുപാട് ക്രിയേറ്റിവിറ്റി പോകേണ്ടതുണ്ട്. അപ്പം ബബ്ലേഷ് ഇസ് നോട്ട് ഓൺലി ആൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ഫോട്ടോഗ്രാഫി ബട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് മനസ്സിലായി. ബബ്ലേഷ് ഒരുപാട് വർഷത്തെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പഴയ കാലഘട്ടത്തിലെ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ വളരെ സുപരിചിതമാണ്. ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്തായിരിക്കും, ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? കുഴക്കുന്ന ചോദ്യമാണ്. എന്തായാലും നമ്മളിങ്ങനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ദിനംപ്രതി അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം എഐയുടെ വരവോട് കൂടിയിട്ട് അതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനിയും എത്രയോ വരാൻ കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മളൊന്നും കല്യാണത്തിന് പോകേണ്ടി വരില്ല. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ലിങ്കോ അല്ലെങ്കിൽ ഒരു QR കോഡോ ഇനി മറ്റെന്തെങ്കിലും നമുക്ക് അയച്ചു തന്നിട്ട് നമ്മൾ വെർച്വലായിട്ട് കല്യാണം അറ്റൻഡ് ചെയ്യാം, പങ്കെടുക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതെന്നാണ്. കാരണം അത് വിദൂരല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെർച്വൽ റിയാലിറ്റി, കാരണം അങ്ങനത്തെ ഒരു ഡിവൈസ് നമ്മളെല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലിരുന്നിട്ട് നമ്മളെ മുന്നിൽ നിന്ന് കല്യാണം നടക്കുന്ന ഒരു ഫീൽ ചെയ്തിട്ട് കാണാവും. പ്രായമുള്ള ആളുകൾക്കൊക്കെ നമ്മളെ മുന്നിൽ നിന്ന് വെർച്വൽ റിയാലിറ്റിയിൽ ചെക്കനും പെണ്ണ് താലി കെട്ടി പോണു.
അപ്പൊ അതൊക്കെ ആയിരിക്കും ഇനി ഫ്യൂച്ചർ എന്നാണ് ബബിലേഷ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഒരു സൈഡിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നു, വേറൊരു സൈഡിൽ എവിടെ ഒരു പേടി അല്ലേ? ഇങ്ങനെയൊക്കെ ടെക്നോളജി മുന്നോട്ട്, അഡ്വാൻസ്മെന്റ്സ് മുന്നോട്ട് വരുമ്പോൾ ബബിലേഷ് നേരത്തെ പറഞ്ഞ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എന്താവും എന്നുള്ളൊരു ചോദ്യം വരികയാണ്. ബട്ട് വെരി ഇൻട്രസ്റ്റിംഗ് പ്രഡിക്ഷൻ ബൈ ബബിലേഷ് പെപ്പർലൈറ്റ്. നമ്മൾ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു ലോകത്തേക്കാണ് ഇനി മുന്നോട്ട് പോകാൻ പോകണം എന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ബബിലേഷ് പറഞ്ഞു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ അവരായിട്ട് വല്ലാത്തൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും എന്നുള്ളത്. പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു വട്ടം, ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ചിലപ്പോൾ 2-3 വട്ടം മാക്സിമം നടക്കുന്നുണ്ടാവാം. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പൊതുവെ എല്ലാവർക്കും ഉണ്ട് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ്ങിന് വേണ്ടി മാത്രമാണെന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുമ്പോൾ പ്രഗ്നന്റ് ആവും, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്, ഓ യെസ്, ബേബി ഫോട്ടോഷൂട്ട് ഉണ്ട്, യെസ്, അത് കഴിഞ്ഞ് നൂലുകെട്ടുണ്ട്, ബർത്ത്ഡേ. അങ്ങനെ ഞങ്ങളൊരു ഫാമിലി ആയിട്ട് വരുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാ. അവരുടെ എല്ലാ മൈൽ സ്റ്റോൺ ഈവൻസും നിങ്ങൾ ക്യാപ്ചർ ചെയ്യും അല്ലേ? പിന്നെ ഞങ്ങൾ എത്ര ചെറിയ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. ഒരു പാസ്പോർട്ട് ഫോട്ടോ വേണം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രിന്റ് വേണം, നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. കാരണം ഞങ്ങൾ ഇന്നതേ ചെയ്യൂ എന്നുള്ളത് ലെവലിൽ ഒരിക്കലും അങ്ങനത്തെ യാതൊരു അഹങ്കാരവും ഇല്ല അല്ലേ? ഞങ്ങൾ ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് നെയിമാണ്, ലീഡിംഗ് ബ്രാൻഡാണ്, 16 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് യാതൊരു അഹങ്കാരവും സ്റ്റുഡിയോ പെപ്പലൈറ്റിനില്ല. ഏറ്റവും ചെറിയ പ്രോജക്ട്സ് മുതൽക്ക് വളരെ വലിയ പ്രോജക്ട്സ് വരെ ചെറിയൊരു പ്രോജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നല്ലൊരു വർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു കൊടുക്കും. അത് വളരെ എന്താ പറയുക, നല്ല രീതിക്ക് തന്നെ ചെയ്തു കൊടുക്കും. ഒരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങളെ ഓഫീസ് വരുന്നത് കോഴിക്കോട് നടക്കാവാണ്. പക്ഷെ നടക്കാവ് ഓഫീസിലുള്ള ഞങ്ങൾക്ക് പാസ്പോർട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടരഞ്ഞിന്നൊക്കെ ആള് വരും. ഓ മൈ ഗോഡ്, അത്രയും ദൂരെ നിന്ന് ആൾക്കാർ വരും ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങളും ചിലപ്പോൾ അത്ഭുതപ്പെടാറുണ്ട് അല്ലേ? അവർ പറയുന്നത് വെച്ചാൽ നിങ്ങളെ സെർച്ച് ചെയ്തു കണ്ടു, അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ പിടിച്ചിട്ട് 100 രൂപ ചെലവാക്കിയിട്ട് വരുന്ന ആളുകൾ, ദൂരത്തുനിന്ന് വരുന്ന ആളുകളുണ്ട്. അപ്പൊ ആളുകൾക്ക് എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചും നമുക്ക് ബിസിനസ് തരും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇത് അതിന്റെ പ്രൂഫാണ്. അതെ അതെ അല്ലേ? യെസ്, ദാറ്റ്സ് അമേസിങ് ടു ഹിയർ. അപ്പോൾ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ തന്നെ നമ്മൾ വെഡ്ഡിങ്സ് ഈവൻറ്റ്സ് കൂടാതെ വേറെ പല ഏരിയാസിലും നിങ്ങളുടെ ഒരു ഫുട് പ്രിന്റ് ഉണ്ട്. ആഡ് ഫിലിംസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾ രണ്ട് ടൈപ്പിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വെഡ്ഡിങ്ങും മറ്റൊന്ന് പ്രൊഫഷണൽ ആഡ് ഫിലിം പ്രൊഡക്ഷൻസ്. ഓക്കെ ഓക്കെ. പ്രൊഡക്ഷൻസിൽ വരുന്നതാണ് നമ്മൾ ആഡ് ഫിലിംസ്, വീഡിയോസുകൾ, അതുപോലെ മ്യൂസിക് ആൽബംസ്, ബിസിനസ് പ്രൊമോസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ ഹൗസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെപ്പലൈറ്റ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഡിവിഷൻ ഉണ്ട്. അവിടെയാണ് ഈ ഏരിയാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. വെഡിങ് ഫോട്ടോഗ്രാഫി വേറെ തന്നെ ഡിവിഷനായിട്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾ കൊണ്ടു നടക്കുകയാണ്. കാരണം കോൺസെപ്റ്റ് രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ആഡ് ഫിലിംസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, ഫുഡ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ. ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് മേഖലകൾ ഉണ്ട്. കാരണം ഫുഡ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ട്രാവൽ ഫോട്ടോഗ്രാഫി ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ പുതിയൊരു ഫോട്ടോഗ്രാഫി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പെറ്റ്സ് ഫോട്ടോഗ്രാഫി. ഓ, കാരണം ഇന്ന് അത്രയും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടന്റ് ഇടണമെന്ന് നോക്കി നടക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫി നമ്മൾ തന്നെയായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിസോർട്ട്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ദിനംപ്രതി ഇങ്ങനെ ഫോട്ടോഗ്രാഫിന്റെ സ്റ്റൈല് മാറുന്നുണ്ട്, ഏരിയാസ് മാറുന്നുണ്ട്. പെറ്റ് ഫോട്ടോഗ്രാഫി അത് വളരെ ഡിഫറെന്റും വളരെ യുണീക്ക് ആയിട്ടും വളരെ ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. ഒരു പെറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ എന്നെയും കൂടി വിളിക്കണം, ബിഗ് ആനിമൽ ലവർ. അതുപോലെ തന്നെ ബേബി ഷൂട്ട്സ്, പ്രോപ്സ് വെച്ചിട്ടുള്ള ബേബി ഷൂട്ട്സുകൾ ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു മേഖലയാണ്. അത് വളരെ ചാലഞ്ചിങ് ആയിരിക്കും അല്ലേ ഈ ബേബി ഷൂട്ട്സ്? കാരണം ബേബി ഷൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ഫോട്ടോ എടുക്കാൻ പോകുന്ന മാതിരി നമുക്കൊരു 1 hour 2 hourലൊന്നും കവർ ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ് ബേബി ഫോട്ടോഷൂട്ട്സ്. മിനിമം 3 to 4 hours നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഒരു 10 ഫോട്ടോസ് എടുക്കണമെങ്കിൽ
നമുക്ക് കുറേ ചാലഞ്ച് ഉണ്ട്. ബേബി ഉറങ്ങാൻ കാത്തിക്കേണ്ടി വരും, കരയും ഇടയ്ക്ക് അല്ലേ, ഭയങ്കര കരച്ചിലായിരിക്കും. നമുക്ക് ആ ഒരു കുറച്ചൊരു ക്ഷമ വേണ്ട ഒരു ഫീൽഡ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ബേബി ഫോട്ടോഗ്രാഫിയാണ്. അത് ശരി. അത് ബബ്ലേഷ് പറഞ്ഞ വലിയൊരു പോയിന്റാണ്. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിന് സ്കിൽ, ക്രിയേറ്റിവിറ്റി ഒക്കെ വേണം, പക്ഷെ അതിലും ഉപരി പേഷ്യൻസ് വളരെയധികം വേണ്ട ഒരു വാല്യൂ ആണ് അല്ലേ. ഇപ്പോൾ ബേബി ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്തത്. പേഷ്യൻസ് ഇസ് അബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ് അല്ലേ ഒരു ഫോട്ടോഗ്രാഫി. അതിപ്പോൾ ബേബി ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഇപ്പോൾ ഒരു വെഡ്ഡിങ് ആയാലും ആ എൻറ്റയർ ഈവൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വളരെ പേഷ്യൻ്റ് ആയിട്ട് നിന്ന് ഓരോ പ്രഷ്യസ് മൂമെന്റ്സും ക്യാപ്ചർ ചെയ്തെടുക്കണ്ടേ. അതൊരു കഴിവ് തന്നെയാണ്, സമ്മതിച്ചിരിക്കുന്നു. ഇപ്പം പെപ്പർലൈറ്റ് 16 years ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. എന്താണ് സ്റ്റുഡിയോ പെപ്പർലൈറ്റിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്, ഫ്യൂച്ചർ വിഷൻ? ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ആസ് എ വ്യക്തി, ഇപ്പോൾ നമുക്ക് നമ്മളെ ഏതൊരു മനുഷ്യനും ഒരു 70-80 വയസ്സോട് കൂടിയിട്ട് നമ്മളെ ലൈഫ് അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയിട്ട് പോകണം. കാരണം നമ്മളൊരു സിഗ്നേച്ചർ, ഇപ്പോൾ ഒരു നമ്മളെ വർക്കിലായാലും ശരി, നമ്മളെ പ്രവർത്തനത്തിലായാലും ശരി, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിഗ്നേച്ചർ ആക്കണം തന്നെയാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗോളായിട്ടും ഒക്കെ വെക്കുന്ന ഒരു സംഭവം. കാരണം ചെയ്യുന്ന ജോലി എന്തായാലും, അത് ഫോട്ടോഗ്രാഫി ആയാലും ഡിസൈനിങ് ആയാലും, ഇനി നമ്മൾ ലൈഫിൽ ചെയ്യുന്ന ഇനി ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ആ ഒരു സിഗ്നേച്ചർ ഇത് തന്നെയാണ് നമ്മളൊരു വിഷനായിട്ട് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്തും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഏത് മേഖലയാണെങ്കിലും. കാരണം അതിനോടൊരു ആത്മാർത്ഥത എന്ന് പറയുന്നൊരു സംഭവം അവിടെ വർക്കൗട്ട് ചെയ്യും. കാരണം ഒരു ജോലിയായിട്ട് എടുക്കാണ്ട് ഇതൊരു പാഷനായിട്ട് ചെയ്യും. അത് ബബ്ലേഷ് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു വർക്കായിട്ടല്ല കൺസിഡർ ചെയ്യണത്, ഒരു പാഷനായിട്ടാണ് കൺസിഡർ ചെയ്യണത്. അതുകൊണ്ടാണ് ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥത വേണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ, എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ പെപ്പർലൈറ്റ് ഇസ് വൺ ഓഫ് ദ ലീഡിംഗ് നെയിംസ് ഇൻ ദ ഇൻഡസ്ട്രി റൈറ്റ് നൗ. കേരള മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിഗ്നേച്ചർ തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ എന്നേക്കുമായിട്ട് ഇറ്റേണൽ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ്, അത് തീർച്ചയായിട്ടും സ്റ്റുഡിയോ പെപ്പർലൈറ്റിനും ബബ്ലേഷ് പെപ്പർലൈറ്റിനും ഉണ്ടാവും. Wishing you all the best for a very bright and colorful future. Keep capturing every moment in beautiful frames, and thank you so much.